ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എ പ്ലസ് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സീരീസാണ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസുമാണ് ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 10 കോണിക് സെക്ഷൻസ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എങ്കിലും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻസ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 7 മാർക്കാണ്. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും മറ്റൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായും പബ്ലിക് എക്സാമിനേഷന് ഈ 7 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ചാപ്റ്ററിലെ 4 പോർഷനും തറവായി പഠിക്കേണ്ടതുണ്ട്. 4 കോണിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്: സർക്കിൾ, പരാബോള, എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് 4 കോണിക്കുകളാണ് പഠിക്കാനുള്ളത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, പ്രത്യേകിച്ച് ഈ വർഷത്തെ സാഹചര്യത്തിൽ, എലിപ്സ് ആണ്. സോ ആദ്യം എലിപ്സുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസും സ്റ്റാൻഡേർഡ് ഇക്വേഷനുമാണ് പരിചയപ്പെടുത്തുന്നത്. സോ എലിപ്സ്, 2 ടൈപ്പ് എലിപ്സ് ഉണ്ട്. ഒന്നാമത്തെ എലിപ്സ് മേജർ ആക്സിസ് എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന എലിപ്സിന്റെ ഷേപ്പാണ് ഈ തന്നിരിക്കുന്നത്. ഈ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/s² പ്ലസ് y²/b² = 1, വേർ s² എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ b². x²ന്റെ താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ്, ഈ ടൈപ്പ് എലിപ്സ് ആണെന്ന് ഉറപ്പിക്കാം. x²ന്റെ താഴെ ഇരിക്കുന്നത് y²ന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും വലിയ നമ്പർ ആണെങ്കിൽ അത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ്. എങ്കിൽ എലിപ്സിന്റെ ചില പ്രോപ്പർട്ടീസിലേക്ക് എത്താൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, കണ്ടെത്തുന്നു. ആ കോൺസ്റ്റന്റ് കാണുന്ന ഫോർമുല c² = s² - b². ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് c². അപ്പൊ c എന്ന് പറയുന്നത് √s² - b² ആണ്. നൗ ഈ എലിപ്സിന്റെ ഫോക്കൈ +or-c,0, ഈ പോയിന്റും ഈ പോയിന്റും എന്താണ്? ഒരു പോയിന്റ് c,0, മറ്റൊരു പോയിന്റ് -c,0. അതിനെ ക്ലബ് ചെയ്ത് ഫോക്കൈ +or-c,0 എന്ന് എഴുതാം. നെക്സ്റ്റ്, ഈ എലിപ്സിന്റെ വെർട്ടിസസ്, അതായത് ഈ പോയിന്റ് എയും ഈ a', അതിനെയാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒറിജിൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ a ആണെങ്കിൽ വെർട്ടിസസ് എന്തായിരിക്കും? a,0 ആൻഡ് -a,0. അതിനെ ക്ലബ് ചെയ്ത് +or-a,0 എന്ന് എഴുതാം. നൗ എക്സെൻട്രിസിറ്റി c/a, അല്ലെ? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒറിജിൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അതെല്ലാം ഇപ്പോഴും ഒന്നിനേക്കാളും ചെറുതായിരിക്കും ഫോർ ആൻ എലിപ്സ്. സോ എക്സെൻട്രിസിറ്റി കാണുന്ന ഫോർമുല c/a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ കോഡ്, ഈ ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ കോഡ്, അതിന്റെ ലെങ്ത്, അതിനെയാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. അത് കാണുന്ന ഫോർമുല 2b²/a. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ഈ ആക്സിസിന്റെ ലെങ്ത്, ദാറ്റ് ഈസ് 2a. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ദാറ്റ് ഈസ് 2b. ഇത്രയും ഫോർമുലാസ് ആണ് എലിപ്സിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇത് ഒന്നാമത്തെ ടൈപ്പ് എലിപ്സ്. ഇനി x²ന്റെ താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് എന്ന് പറയും. അതിന്റെ ഷേപ്പ് ദാ തന്നിട്ടുണ്ട്, അല്ലെ? ദാ ഈ ഷേപ്പ് എലിപ്സ്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/b² പ്ലസ് y²/s² = 1. അതായത് x²ന്റെ താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താണ് അത് രണ്ടാമത്തെ ടൈപ്പായിട്ട് മനസ്സിലാക്കും. c² എന്ന് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, s² - b². ഇനി മേജർ ആക്സിസ് ഇവിടെ y ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഫോക്കൈ കോർഡിനേറ്റ് മാറി വരും. 0, +or-c. വെർട്ടിസസ് 0, +or-a. ബാക്കിയുള്ള ഒരു ഫോർമുലകൾക്ക് മാറ്റമില്ല. എക്സെൻട്രിസിറ്റി c/a, LLR 2b²/a, മേജർ ആക്സിസ് 2a, മൈനർ ആക്സിസ് 2b. സോ ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഫോക്കൈ വെർട്ടിസസ് വരുമ്പോൾ കോർഡിനേറ്റ് റിവേഴ്സ് ഓർഡറിൽ വരും, അത്രയേ ഉള്ളൂ. സോ ഈ വർഷം എലിപ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം എലിപ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് 100% ഈ വർഷം എലിപ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പരാബോള എന്ന കോണിക്കാണ്. 4 പരാബോളയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പരാബോള ഈ ഷേപ്പ്, സി ഷേപ്പ്, അല്ലെ? ഈ പരാബോളയുടെ ഇക്വേഷൻ y² = 4ax.
ഈ പരാബോളയുടെ വെർട്ടെക്സ് ഈ പോയിന്റ് അത് 0 0. ഈ പരാബോളയുടെ ഫോക്കസ് ഈ പരാബോളയ്ക്ക് അകത്ത് വരുന്ന പോയിന്റ് ഈ വെർട്ടെക്സ് 0 0 ഒറിജിൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് a ആണെങ്കിൽ ഈ പോയിന്റ് എഫ് അതെന്തായിരിക്കും a,0. അതായത് ഫോക്കസ് കാണുന്ന ഫോർമുല a,0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഫോക്കസിൽ കൂടി കടന്നു വന്ന പെർപെൻഡിക്കുലർ കോഡ് അതിന്റെ ലെങ്ത് 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് y² വന്നാൽ y = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഈ ലൈനിനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അത് y ആക്സിസിന് പാരലൽ. അപ്പൊ ഇക്വേഷൻ വരും x = ആ പോയിന്റ് ഈ ഡിസ്റ്റൻസ് a ആണ്, ഇടതുവശത്ത് വരുമ്പോൾ -a. ഇത് കാണാതെ പഠിക്കുക. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണുന്ന ഫോർമുല x = -a. So focus a,0, length of lattice rectum 4a. Equation of axis y² വന്നാൽ y = 0. Equation of directrix എന്താണ്? x = -a. ഇതിന്റെ മിറർ ഇമേജ് ആയിട്ട് വരുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? നേരെ ഓപ്പോസിറ്റ് സൈൻ കൊടുത്താൽ മതി. y² = -4ax. വെർട്ടെക്സ് 0 0, ഫോക്കസ് ഓപ്പോസിറ്റ് സൈൻ. നേരത്തെ a,0 ഇവിടെ എന്ത് വരും? -a,0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം നോ ചേഞ്ച് 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് y² വന്നതുകൊണ്ട് y = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് നേരത്തെ x = -a ആയിരുന്നു, ഇവിടെ ഇപ്പുറത്തെ സൈഡ് വരും. സോ x = +a. സോ ആദ്യത്തെ ടൈപ്പ് പഠിച്ചാൽ ഇത് ഓർത്തിരിക്കാൻ എളുപ്പം. ഇനി രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് പരാബോള x² = 4ay. യു ഷേപ്പ് വരുന്ന പരാബോളയുടെ ഇക്വേഷൻ x² = 4ay. സി ഷേപ്പ് ആണെങ്കിൽ y² = 4ax. ഇനി വെർട്ടെക്സ് 0 0, ഇവിടെ ഫോക്കസ് പരാബോളയ്ക്ക് അകത്ത് വരും അല്ലേ? അപ്പോൾ എവിടെയാണ്? y ആക്സിസിൽ. അപ്പോൾ ഫോക്കസ് എന്ത് വരും? 0,a. 0,a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. ഇവിടെ x² ആയതുകൊണ്ട് ഇക്വേഷൻ ഓഫ് ആക്സിസ് x = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് അവിടെ ഉണ്ട്, ഇവിടെ x ആക്സിസിന് പാരലൽ. അപ്പൊ y = ഇക്വേഷൻ എന്തായിരിക്കും? y = താഴോട്ടായതുകൊണ്ട് -a. അടുത്ത് x² = -4ay ആണെങ്കിൽ റ ഷേപ്പ് വരും. സോ ഫോക്കസ് എന്ത് വരും? 0,-a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് x = 0. ഡയറക്ട്രിക്സ് എന്ത് കിട്ടും? y = a. അതായത് മുകളിലത്തെ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പരാബോളയുടെ പ്രോപ്പർട്ടീസ് ഈസി ആയിട്ട് എഴുതാം. സോ നെക്സ്റ്റ് ഹൈപ്പർബോള. ഈ വർഷം ഹൈപ്പർബോളയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം ഹൈപ്പർബോളയാണ് ചോദിച്ചത്. സോ ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x² / a² - y² / b² = 1. c² = a² + b². എലിപ്സ് ആകുമ്പോൾ a² - b² ആണ്. ഹൈപ്പർബോള വരുമ്പോൾ a² + b². ബാക്കി ഫോർമുലകളിൽ ഒന്നും തന്നെ വ്യത്യാസമില്ല. എലിപ്സിൽ പഠിപ്പിച്ച അതേ ഫോർമുല. ഫോക്കൈ ±c,0, വെർട്ടിസസ് ±a,0, എക്സെൻട്രിസിറ്റി c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a. ലെങ്ത് ഓഫ് മേജർ ആക്സിസിന് പകരം ഇവിടെ പറയുന്ന പേര് ട്രാൻസ്വേഴ്സ് ആക്സിസ്, അതിന്റെ ലെങ്ത് 2a. കോൺജുഗേറ്റ് ആക്സിസ് അതിന്റെ ലെങ്ത് എന്താണ്? 2b. ഇത് ഒന്നാമത്തെ ടൈപ്പ് ഹൈപ്പർബോള. ഈ രണ്ടാമത്തെ ടൈപ്പ് ഹൈപ്പർബോള ഈ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? y² / a² - x² / b² = 1. ഫോർമുലകൾക്കൊന്നും മാറ്റമില്ല. ഫോക്കൈ വെർട്ടിസസ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്ത് വരും, കാരണം y ആക്സിസിലാണ് ഫോക്കൈ വെർട്ടിസസ് വരുന്നത്. ബാക്കി എല്ലാ ഫോർമുലകളും അതുപോലെ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു കോണിക്കാണ് സർക്കിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ സർക്കിളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. The equation of a circle with the center h, k and radius r is x minus h the whole square plus y minus k the whole square equal to r². സെന്ററും റേഡിയസും എന്നാൽ സർക്കിളിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല. സെന്റർ ഒറിജിൻ, റേഡിയസ് r ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ x² + y² = r². നെക്സ്റ്റ് ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ കിട്ടും. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: x² + y² + 2gx + 2fy + c = 0, which is the general form of a circle. ജനറൽ ഇക്വേഷൻ ആണ് സർക്കിൾ തന്നിരിക്കുന്നതെങ്കിൽ സർക്കിളിന്റെ സെന്റർ കാണുന്ന ഫോർമുല -g, -f. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 2g, y-യുടെ കോഎഫിഷ്യന്റ് ആണ് 2f, കോൺസ്റ്റന്റ് ആണ് c. സോ സെന്റർ കാണുന്ന ഫോർമുല ഓർഡേർഡ് പെയർ -g, -f. റേഡിയസ് കാണുന്ന ഫോർമുല √g² + f² - c. ഒത്തിരി ഫോർമുലകൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഫോർമുലാസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. സോ 7 മാർക്ക് ഒരിക്കലും മിസ്സാക്കരുത്. മസ്റ്റായിട്ട് ഇത് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു.
Find the center radius of the circle x square plus y square minus 4x minus 8y minus 45 equal to 0. ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിളിന്റെ ഫോർമുല ആണ്. അപ്പോൾ അറിയാം എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 2g. അപ്പോൾ 2g ഈക്വൽ ടു -4, 2f ഈക്വൽ ടു -8, കോൺസ്റ്റന്റ് c ഈക്വൽ ടു -45. ഇത്രയും എടുത്തെഴുതി കഴിഞ്ഞാൽ 2g യിൽ നിന്ന് g -2 എന്ന് കിട്ടും, f -4 കിട്ടും, c ഓൾറെഡി പറഞ്ഞു. സെന്റർ കാണുന്ന ഫോർമുല -g, -f, ഓപ്പോസിറ്റ് സൈൻ 2, 4 കിട്ടി. റേഡിയസ് റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c, 2 സ്ക്വയർ 4 പ്ലസ് 16, അടുത്ത മൈനസ് c മൈനസ് മൈനസും പ്ലസ് 45 ഈക്വൽ ടു സിംപ്ലിഫൈമ്പോൾ √65 എന്ന് കിട്ടും. Question number 2. Find equation of the parabola whose focus 6,0 and equation of directrix x equal to -6. Focus a,0 വരുന്ന പരാബോള ഏതാണ്? ഇക്വേഷൻ അറിയണം. ഫോക്കസ് a,0 വരികയാണെങ്കിൽ പരാബോളയുടെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax. ഇവിടെ a എന്ന് പറഞ്ഞാൽ 6, ഫോക്കസ് കാണുന്ന ഫോർമുല a,0. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 6 ആണ്. ആ എയുടെ പ്ലേസിൽ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 into 4, 24x. So y square equal to 24x, which is the equation of the parabola. One word question ആയിട്ട് ചോദിക്കാം. Next, very important question. ഈ വർഷം പ്രതീക്ഷിക്കുന്ന question. Find foci, vertices, eccentricity, length of lateral rectum and length of major and minor axis of the ellipse x square by 49 plus y square by 36 equal to 1. ഈ എലിപ്സ് ഒന്നാമത്തെ ടൈപ്പ് ആണോ രണ്ടാമത്തെ ടൈപ്പ് ആണോ? എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ, സോ അത് ഫസ്റ്റ് ടൈപ്പ് എങ്കിൽ ഇത് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്നത് 49, ബി സ്ക്വയർ എന്ന് പറയുന്നത് 36. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 49, ബി സ്ക്വയർ 36, a7 b6, c സ്ക്വയർ കാണുന്ന ഫോർമുല s സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 49 36 വെച്ചാൽ 13. സോ c എന്ന് പറയുന്നത് √13. ഇനി ചുമ്മാ ഫോർമുലകൾ കൊടുക്കുക. ഫോക്കൈ പ്ലസ് ഓർ മൈനസ് c,0 പ്ലസ് ഓർ മൈനസ് √13,0. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് a,0, a എന്ന് പറഞ്ഞാൽ 7 പ്ലസ് ഓർ മൈനസ് 7,0. എക്സെൻട്രിസിറ്റി c/a, സോ √13/7. Length of lateral rectum formula 2b square by a, simplifyable 72/7. Length of major axis 2a, 14 എന്ന് കിട്ടും, 2 into 7 14. Length of minor axis 2b, 2 into 6 that is 12. ഡയറക്റ്റ് ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കൃത്യമായി നിങ്ങൾ എ എഴുതുക, ബി എഴുതുക, സി എഴുതുക, ബാക്കി ഫോർമുലാസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. Find equation of the ellipse whose vertices plus or minus 6,0 and foci plus or minus 4,0. 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ ടൈപ്പ് ചോദിച്ചില്ല എങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ, ചോദിച്ചില്ല എങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഓഫ് എലിപ്സ് തന്നു, നമ്മൾ പ്രോപ്പർട്ടീസ് കണ്ടു. ഇവിടെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. സോ വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 6, വെർട്ടിസസ് കാണുന്ന ഫോർമുല പ്ലസ് ഓർ മൈനസ് a,0. സോ a എന്ന് പറഞ്ഞാൽ 6, ഫോക്കൈ പ്ലസ് ഓർ മൈനസ് c,0. സോ c എന്ന് പറഞ്ഞാൽ 4. ഇത് ഒന്നാമത്തെ ടൈപ്പ് എലിപ്സ് ആണെന്ന് മനസ്സിലായി, കാരണം എക്സ് കോർഡിനേറ്റിലാണ് ലെങ്ത്. അപ്പൊ നമുക്കിപ്പോൾ a അറിയാം, c അറിയാം, b കണ്ടാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് എലിപ്സിലേക്ക് എത്താൻ സാധിക്കും. a6, c4. Now c square equal to formula s square minus b square for an ellipse. ഇതിൽ നിന്ന് b square equal to s square minus c square. 36 minus 16 20 എന്ന് കിട്ടും. b square ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്താണ്? x square by s square plus y square by b square equal to 1. x square by 6 into square 36 plus y square by 20 equal to 1, which is the equation of the ellipse. Next, question number 5. Find equation of the hyperbola whose foci plus or minus 5,0. അപ്പോൾ c എന്ന് പറയുന്ന 5. Length of transverse axis, ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് കാണുന്ന ഫോർമുല 2a. അപ്പോൾ 2a equal to 8. അപ്പോൾ a എന്താണ്? 4. സോ നമുക്കത് കിട്ടി, c കിട്ടി, a കിട്ടി. അടുത്ത നേരത്തെ പോലെ b കാണണം. ഹൈപ്പർബോള ആകുമ്പോൾ എന്താണ് ഫോർമുല? c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ.
സോ ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതിൽ നിന്ന് 9 എന്ന് കിട്ടും. എ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സോ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള എന്താണ് ഫോർമുല? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ജസ്റ്റ് എ സ്ക്വയർ ബി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. Find foci, vertices, eccentricity, length of lateral rectum, length of transverse and conjugate axis of the hyperbola x square by 16 minus y square by 9 equal to 1. ഇത് ഹൈപ്പർബോളയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുന്നത് 16, ബി സ്ക്വയർ എന്ന് പറയുന്നത് 9 എന്ന് കിട്ടും. സോ എ ഈക്വൽ ടു 4, ബി ഈക്വൽ ടു 3. അപ്പൊ സി കാണണം. സി സ്ക്വയർ കാണുന്ന ഫോർമുല ഹൈപ്പർബോളയ്ക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ 16 പ്ലസ് 9 25. അപ്പൊ സി എന്ന് പറയുന്നത് 5. ഇനി ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഫോക്കൈ പ്ലസ് ഓർ മൈനസ് സി കോമ 0 പ്ലസ് ഓർ മൈനസ് 5,0. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ കോമ 0 പ്ലസ് ഓർ മൈനസ് 4,0. എക്സെൻട്രിസിറ്റി സി ബൈ എ, ദാറ്റ് ഈസ് 5/4. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b സ്ക്വയർ ബൈ എ, എല്ലാ വാല്യൂസും ഇവിടെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a, കോൺജുഗേറ്റ് ആക്സിസ് 2b കൊടുക്കുമ്പോൾ ആൻസർ ആയി. ഇതാണ് കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് വെർട്ടെക്സ്, ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ് ആൻഡ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 16y. ഒരു പരാബോളയുടെ ഈ പ്രോപ്പർട്ടീസ് കണ്ടെത്തണം. ഇത് ഏത് പരാബോളയാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay, യു ഷേപ്പ് പരാബോള. അത് മനസ്സിൽ വേണം. അപ്പൊ 4a എന്ന് പറയുന്നത് എന്താണ്? 16. 4a എന്ന് പറയുന്നത് 16. അപ്പൊ a ഈക്വൽ ടു എന്ത് കിട്ടും? 4. ഇനി ഈ പരാബോള യു ഷേപ്പ് ആണ്, വെർട്ടെക്സ് 0 0. എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് എന്താണ്? 0 0. ഫോക്കസ് യു ഷേപ്പ് ആകുമ്പോൾ y ആക്സിസിൽ, അപ്പൊ 0,a അങ്ങനെ വേണം മനസ്സിലാക്കി പഠിക്കാൻ. സോ 0,4 അതാണ് ഫോക്കസ്. ഇക്വേഷൻ ഓഫ് ആക്സിസ് ഞാൻ പറഞ്ഞു, ഇതെന്താണ്? എക്സ് സ്ക്വയർ ആണ് പരാബോള എങ്കിൽ എക്സ് ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്തായിരിക്കും? യു ഷേപ്പ് ആകുമ്പോൾ എക്സ് ആക്സിന് പാരലൽ, y ഈക്വൽ ടു താഴെ മൈനസ് എ, y ഈക്വൽ ടു -4 എന്ന് കിട്ടും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എല്ലാ പരാബോളയ്ക്കും 4a. a എന്ന് പറഞ്ഞ 4a എന്ന് പറയുന്നത് എന്താണ്? 16. ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ പഠിച്ചാൽ മതി. എസ് ആൻഡ് എസ് ഡാഷ് ആർ ദ ഫോക്കൈ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1 ആൻഡ് പി ഈസ് എനി പോയിന്റ് ഓൺ ദ എലിപ്സ്. ഒരു എലിപ്സിന്റെ ഫോക്കൈ എന്ന് പറയുന്നത് എസും എസ് ഡാഷും ആണ്. ആ എലിപ്സിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. എങ്കിൽ ഫൈൻഡ് പി എസ് പ്ലസ് പി എസ് ഡാഷ്. നിങ്ങൾക്കറിയാം, എലിപ്സിലെ ഒരു പോയിന്റിൽ നിന്ന് ഫോക്കസുകളിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സം എന്ന് പറയുന്നത് മേജർ ആക്സിസിന്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. അതായത് പി എസ് പ്ലസ് പി എസ് ഡാഷ് എന്ന് പറയുന്നത് 2a ആയിരിക്കും. ഇവിടെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പൊ സ്മോൾ ലെറ്റർ എ എന്താണ്? 5. അപ്പോൾ എ 5 ആണെങ്കിൽ പി എസ് പ്ലസ് പി എസ് ഡാഷ് എന്താണ്? 2a. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 10. ഫസ്റ്റ് പാർട്ട് കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്താണ്? ഫൈൻഡ് ദ പോയിന്റ്സ് എസ് ആൻഡ് എസ് ഡാഷ്. തേർഡ് വൺ ഫൈൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണുന്ന ഫോർമുല 2b സ്ക്വയർ ബൈ എ. ഓൾറെഡി എ പറഞ്ഞു 5, ബി എന്താണ്? 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കിട്ടും. ഫൈൻഡ് ദ പോയിന്റ്സ് എസ് ആൻഡ് എസ് ഡാഷ്. എസ് എന്ന് പറയുന്നത് ഫോക്കസ് ആണ് അല്ലേ? ഫോക്കസ് കാണുന്ന ഫോർമുല പ്ലസ് ഓർ മൈനസ് സി കോമ 0. ഫോക്കൈ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി കോമ 0. സി നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. സോ ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 3,0. സോ ഈ ഒരു ഐഡിയ, ഒരു എലിപ്സിലെ ഒരു പോയിന്റിൽ നിന്ന് അതിന്റെ ഫോക്കസുകളിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സം എന്ന് പറയുന്നത് 2a ആയിരിക്കും. അത് അറിഞ്ഞിരുന്നാൽ ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. വൺ മോർ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, ഫിഗർ തന്നിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ എലിപ്സ് ഗിവൺ ഇൻ ദ ഫിഗർ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. Second part, find foci, vertices, eccentricity and length of lateral rectum of the ellipse. എലിപ്സിന്റെ ഫിഗർ നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് അതിന്റെ ഇക്വേഷൻ കണ്ടെത്തണം.
നമുക്കറിയാം രണ്ട് ടൈപ്പ് എലിപ്സ് ആണ് ഉള്ളത്. ഒന്ന് മേജർ ആക്സിസ് എക്സ് ആക്സിസിൽ വരുന്ന എലിപ്സ്, അതാണ് ഒന്നാമത്തെ ടൈപ്പ് അല്ലെ, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ടൈപ്പ് അല്ലെ. രണ്ടാമത്തെ ടൈപ്പ് മേജർ ആക്സിസ് വൈ ആക്സിസിൽ വരുന്ന ടൈപ്പ്, ഇങ്ങനെ കുത്തനെ ഇരിക്കുന്ന ടൈപ്പ്. അപ്പൊ ഇത് ഏത് എലിപ്സ് ആണ്? സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. ഇവിടെ നീളം കൂടിയ സൈഡ് മേജർ ആക്സിസ് എവിടെയാണ്? വൈ ആക്സിസിലാണ്. സോ മേജർ ആക്സിസിന്റെ ലെങ്ത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം 2a. ഈ ടോട്ടൽ ലെങ്ത് എന്താണ്? ഇത് മുതൽ ഇതുവരെ 3, അതുപോലെ താഴോട്ട് 3. സോ ടോട്ടൽ ലെങ്ത് 6. അതായത് മേജർ ആക്സിസിന്റെ ലെങ്ത് 6, അതായത് 2a ഈക്വൽ ടു 6. അപ്പോൾ a ഈക്വൽ ടു എന്ത് കിട്ടി? 3. മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? ഇതാണ് മൈനർ ആക്സിസ്, നീളം കുറഞ്ഞ സൈഡ്. ഇത് മുതൽ ഇതുവരെ 2, ലെഫ്റ്റ് സൈഡിലും 2, ടോട്ടൽ ലെങ്ത് 4. സോ 2b ഈക്വൽ ടു 4. മൈനർ ആക്സിസിന്റെ ലെങ്ത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, 2b ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ b എന്താണ്? 2. a കിട്ടി, b കിട്ടി എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് മറന്നു പോകരുത്, ഇത് രണ്ടാമത്തെ ടൈപ്പ് ആണ്. സോ ഇക്വേഷൻ x² + y² ഈക്വൽ ടു 1. സോ x² b² 2² 4 + y² 9 ഈക്വൽ ടു 1. നെക്സ്റ്റ് ഫോക്കൈ കാണണമെങ്കിൽ c കാണണം. c കാണുന്ന ഫോർമുല √(s² - b²) 9 - 4 √5 എന്ന് കിട്ടും. ഫോക്കൈ എന്താണ് ഫോർമുല? 0, ± c 0, ± √5. വെർട്ടിസസ് 0, ± a 0, ± 3. എക്സെൻട്രിസിറ്റി c/a √5/3. ഫൈനലി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a 2 × 2 4 2 × b² 4 2 × 4/a എന്തായിരുന്നു? 3. സോ 8/3 എന്ന് കിട്ടും. സോ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തി എന്ന് മാത്രം, ഇതും വേണമെങ്കിൽ ചോദിക്കാം. സോ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും തറവായി പഠിക്കുക. സാധിക്കുമെങ്കിൽ മോർ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് 7 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്ററുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.